അങ്ങനെ ഇന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി കയറിയത് ബജ്ജിക്കടയിലാണ്. അവിടെ നിന്ന് കഴിക്കാൻ നിന്നില്ല. കുറച്ച് സമയം വൈകിയതുകൊണ്ട് അതിന് നമ്മൾ പാഴ്സൽ വാങ്ങിക്കൊണ്ട് പോകുന്നായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ എന്നെ വീടിൻ്റെ അവിടെ ആക്കിയിട്ട് അവൻ പോയായിരുന്നു. ഞാൻ വന്ന പാടെ കഴിക്കാനാണ് കേട്ടോ ഇരുന്നത്. മാമൻ കൊഴുക്കട്ട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ സത്യത്തിൽ മുളക് ബജ്ജിയാണ് പറഞ്ഞതെങ്കിലും എനിക്ക് കിട്ടിയത് കായ ബജ്ജിയാണ്. ഞാൻ പിന്നെ ഉള്ളതിലൊതുങ്ങി അങ്ങനെ അങ്ങോട്ട് കഴിച്ചു. കാരണം എനിക്കിപ്പോൾ ഭയങ്കരമായിട്ട് വിശപ്പാണ്, എന്താണെന്നറിയില്ല. അതെ, അമ്മ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പിന്നെ നമ്മുടെ കുമ്മട്ടിങ്ങയും കൂടി മുറിപ്പിച്ച് കഴിച്ചായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ച് ഒരു റീലൊക്കെ എടുത്ത് നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കയ്യിൽ ഒട്ടും വയ്യാണ്ട് ഭയങ്കര വേദനയെന്ന് വെച്ചാൽ ഭയങ്കര വേദനയായിരുന്നു കേട്ടോ. പിന്നെ അമ്മ എന്തൊക്കെയോ ഓയിലൊക്കെ ഇട്ട് തിരുമ്മി തന്നു. വന്നിട്ടും കുറേ നേരം വേദന ഉണ്ടായിരുന്നു. ഒന്നും ആ കൈ കൊണ്ട് പിടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ കട്ടൻ ചായ തിളപ്പിച്ച് തന്നു. അങ്ങനെ അത് കഴിച്ചു. അപ്പോഴേക്കും അമ്മ മീൻ വറുത്തതും മീൻകറി ഇന്നത്തേക്കല്ല നാളത്തേക്കുള്ളത് വെച്ചിരിക്കണമായിരുന്നു കേട്ടോ. മീൻ വറുത്തത് അന്ന് തന്നെ കഴിക്കാനുള്ളതായിരുന്നു. പിന്നെ കോളിഫ്ലവർ നന്നാക്കാൻ എൻ്റെ കയ്യിൽ എപ്പോഴും അമ്മ കൊണ്ടുവന്നറിയും. പക്ഷേ എനിക്കിത് നന്നാക്കി വന്നപ്പോഴേക്കും എനിക്ക് കോളിഫ്ലവർ കറി ഉണ്ടാക്കിയിട്ട് ചോറ് കഴിഞ്ഞാൽ തോന്നി. പിന്നെ ഞാൻ ആ ഒരു 10 മണിയായപ്പോഴേക്കും കോളിഫ്ലവർ കഴുകി അരിഞ്ഞ് വേവിക്കാനൊക്കെ വെച്ചിട്ട് പിന്നെ അതിൽ നിന്ന് കുറച്ച് ഞാൻ ഇപ്പോഴത്തേക്ക് അതായത് കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം എടുത്തിട്ട് ഞാൻ കറി വെച്ച് കഴിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ട എന്തായാലും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ